ശക്തനായ ദൈവത്തിന്റെ മുഖമാണ്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ആ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ട കർത്താവ് അവനൊരു തുണയുണ്ടാക്കി കൊടുത്തത് തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം ആദമിന് ഒരു ഗാഢനിദ്ര വരുത്തി അവന്റെ അസ്ഥിയിൽ നിന്ന് വാരിയേലിൽ നിന്ന് ഒന്നെടുത്ത് ഒരു സ്ത്രീയെ മെനഞ്ഞു. ആദം ഗാഢനിദ്രയിലായിരിക്കുമ്പോൾ സ്ത്രീക്ക് ജീവൻ ലഭിച്ചു. അങ്ങനെ ജീവൻ ലഭിച്ച ആ സ്ത്രീയും ആദ്യമായി കണ്ടത് ആദമിന്റെ മുഖമല്ല, സർവശക്തനായ ദൈവത്തിന്റെ മുഖമാണ്. സർവശക്തനായ ദൈവത്തിന്റെ മുഖം കണ്ട ആദമിനെയും സർവശക്തനായ ദൈവത്തിന്റെ മുഖം കണ്ട ഹവ്വയെയും തമ്മിൽ സ്വർഗത്തിലെ ദൈവം ചേർത്താണ് ഈ ഭൂമിയിൽ വിശുദ്ധ വിവാഹ ശുശ്രൂഷ നടത്തിയത്. ഈ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ നിലവാരത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആ ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ജീവിതത്തിൽ വ്യക്തിപരമായി സർവശക്തനായ ദൈവത്തിന്റെ മുഖം കണ്ട രണ്ടു വ്യക്തിത്വങ്ങളാണ് ഇന്ന് പകൽക്കാലം വിശുദ്ധ വിവാഹത്തിൽ കൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിശുദ്ധ വിഭാഗം ഏറ്റവും സ്പെഷ്യലായിരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ കർത്തൃകൃത്യത്തെ ശുശ്രൂഷ വിവാഹ ശുശ്രൂഷ നടത്തുവാൻ അവസരം ലഭിച്ചത്. ചില വർഷങ്ങളായി ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ, ഒരുമിച്ച് വിഷയങ്ങൾ ഷെയർ ചെയ്യുവാൻ ഒക്കെ ഇടയായിട്ടുണ്ട്. ചില നാളുകൾക്ക് മുമ്പ് താൻ അബുദാബിയിലായിരുന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ ദൂരെ ഇരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു: അബുദാബിയിലെ ഒരു സഭയിൽ ചെന്ന് മാത്യൂസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേര് പറയണം. ആ മനുഷ്യനെ ശുശ്രൂഷയ്ക്കായി ദൈവം വേർതിരിച്ചിരിക്കുന്നു എന്ന് പറയണം. ഞാൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ആ മനുഷ്യൻ ആയിരുന്ന സഭയിൽ ചെന്ന് ഈ വിവരം പറയുകയും ആ ശുശ്രൂഷയുടെ മധ്യത്തിൽ ദൈവത്തിനെ ശുശ്രൂഷയ്ക്കായി വർദ്ധിക്കി അതിനുശേഷം എന്നോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ അവസരം ഒരുക്കുകയും ചെയ്തതാണ്. അന്ന് മുതൽ അദ്ദേഹത്തിൽ കണ്ട ഒരു ശ്രേഷ്ഠകരമായ അനുഭവം താൻ ഏറ്റവും നല്ലതുപോലെ പ്രാർത്ഥിക്കുകയും വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഈ തലമുറയിൽ പോരാടുകയും ചെയ്ത ഒരു മനുഷ്യൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിവാഹം നടത്തുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ സമയം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഫോണിൽ പരിചയപ്പെട്ടു. ഇന്ന് മുഖാമുഖം ഞാനുവാനിടയായി കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അല്പസമയം തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. വിശുദ്ധ വിവാഹത്തെ കുറിച്ച് തിരുവഴുത്തിൽ നാം ശ്രദ്ധിച്ചു. ഇങ്ങനെയാണ് ഇസ്രായേൽ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത്: വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കണം. ശ്രദ്ധിക്കണേ, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് വിവാഹം മാന്യമാകുന്നത്? തിരുവഴുത്ത് പഠിച്ചാൽ വിവാഹത്തെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും? 3 മലയാള പദങ്ങൾ കൊണ്ട് വിശുദ്ധ വിവാഹം എന്താണെന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് വേദത്തിലെ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കും. 3 മലയാള പദങ്ങൾ. ഒന്നാമത്തെ പദം ഇതാണ്: വിവാഹം ഒരു കർമ്മമാണ്. എന്താണ് കർമ്മം എന്ന പദത്തിന്റെ അർത്ഥം? മതപരമായ ഒരു പ്രവൃത്തി എന്നാണ് ഡിക്ഷണറിയിൽ കർമ്മത്തിന് കൊടുത്തിരിക്കുന്നത്. അതെ, ഇതൊരു മതപരമായ പ്രവൃത്തിയാണ്. ഈ മതപരമായ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ഒരു കാർമ്മികൻ ഉണ്ടാകും എന്നുള്ളതാണ് അതിന്റെ സ്പെഷ്യൽ. ഈ വിവാഹത്തിന് ഒരു കാർമ്മികനുണ്ട്. ആ കാർമ്മികൻ ഞാനല്ല, ബലഹീനമായ എന്റെ കലകൾ കൊണ്ടാണ് ഈ പ്രിയപ്പെട്ടവരെ യോജിപ്പിക്കുന്നതെങ്കിലും ഇതിന്റെ യഥാർത്ഥ കാർമ്മികൻ സർവശക്തനായ ദൈവമാണ്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ എഴുന്നള്ളിൽ വരും എന്ന് പറഞ്ഞവൻ ഇന്ന് പകലിൽ കാർമ്മികനായി ഈ വിവാഹ ശുശ്രൂഷ അനുഗ്രഹിക്കുവാൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭക്തിയോടെ നാം ദൈവസന്നിധിയിലായിരിക്കണം. വിവാഹം ഒരു കർമ്മമാണ്. രണ്ടാമത്തെ പദം, ആദ്യത്തെ പദം അത് ഒരുപാട് വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ പദം വിവാഹം ഒരു ധർമ്മമാണ്. എന്താ ധർമ്മം എന്ന പദത്തിന്റെ അർത്ഥം? ധർമ്മം എന്ന പദത്തിന്റെ അർത്ഥം എങ്ങനെയാണ്? വേദത്താൽ നിഷ്ഠമാക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുക. ഒന്നുകൂടെ പറയാം: വേദങ്ങളിൽ നിഷ്കർഷിച്ചിരിക്കുന്ന പ്രമാണത്തിൽ ജീവിക്കുക.
അതാണ് വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ തിരുവചനത്തിൽ ഒരു കുടുംബം എങ്ങനെ ആയിരിക്കണമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു രേഖയാണ് തിരുവചനം എന്ന് പറയുന്നത്. കുടുംബജീവിതത്തിൽ ഭാര്യമാർ എങ്ങനെയായിരിക്കണം, ഭർത്താക്കന്മാർ എങ്ങനെയായിരിക്കണം, കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കണം, യജമാനന്മാർ എങ്ങനെയായിരിക്കണം, അവൻ ശുശ്രൂഷകന്മാർ എങ്ങനെയായിരിക്കണം എന്നെല്ലാം ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കുടുംബജീവിതത്തെ കുറിച്ച് തൊടുവാൻ ദൈവമേ ശ്രമപ്പെടുകയാണ്. എന്താണ് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഉത്തരവാദിത്വം തിരുവചനത്തിൽ പറയുന്നത്? ശ്രദ്ധിക്കൂ. അവൻ ഭാര്യയെ കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പി. ദൈവകൃപയാൽ ഞാനൊരു കാര്യം പറയട്ടെ. അനേക കുടുംബജീവിതങ്ങൾ, തകർന്ന കുടുംബജീവിതങ്ങളെ പണിയുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ചിടയായിട്ടുണ്ട്. അനേക കുടുംബജീവിതങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ വളരെ ചെറിയ പ്രായത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ചിടയാക്കിയിട്ടുണ്ട്. ശ്രദ്ധിക്ക്, എന്താണ് അതിന്റെ പരമപ്രധാനമായ കുടുംബജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ കാരണമെന്ന് പഠിച്ചപ്പോൾ അവൻ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കാത്തതാണ് കുടുംബജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കുവാനിടയായി. നിങ്ങൾ ഒരു നിമിഷം ശ്രദ്ധിക്കൂ. ഭാര്യയുടെ ഉത്തരവാദിത്വം എന്താണ് തിരുവെടുത്ത് പറയുന്നത്? ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിക്കുന്നതാണ്. ചില സഹോദരിമാര് ഈ വാക്യം അല്പം വ്യത്യാസപ്പെടുത്തി വായിച്ച് പഠിച്ചിട്ടുണ്ടോ എന്നെനിക്കൊരു ചിന്തയുണ്ട്. ചിലരുടെ ചിന്ത ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കീഴടക്കിയിരിപ്പി എന്നുള്ള ചിന്തയാണ്. ശ്രദ്ധിക്കണേ, അങ്ങനെ ചിന്തിക്കുന്ന സഹോദരിമാരുണ്ട്. ഇതുപോലെ തിരുവെഴുത്ത് അതല്ല പറയുന്നത്. തിരുവെഴുത്ത് പറയുന്നത് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കാനാണ്. പ്രിയ ജസമ്മയോട് ഞാൻ ഈ പകൽക്കാലം പറയട്ടെ, നീ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്ന സ്വഭാവമുള്ളതായിരിക്കണം. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് അവരുടെ കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിക്കുവാനായിട്ടിടയായപ്പോ ഒരു കുടുംബജീവിതത്തിലെ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞ ഒരു പദം എന്നെ വല്ലാതെ അകറ്റുവാനിടയായി. ആ ഭാര്യ ഇങ്ങനെയാണ് തന്റെ ഭർത്താവിനോട് പറഞ്ഞത്: തന്നെ ഞാൻ അല്ലയോടോ കെട്ടിയത്. അതിന്റെ കാരണം